ഇപ്പോൾ ഹംപിയുടെ ഒരു സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഒരു റിവർ കണക്കാണ്, റിവർ ബെഡാണെന്ന് തോന്നുന്നു. ഇവിടെ കംപ്ലീറ്റ് ഇപ്പോൾ ഡ്രൈ ആയിട്ട് കിടക്കുക. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാനൊരു വഴിയുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഞാൻ നോക്കിയിട്ട് വഴിയൊന്നും കണ്ടില്ല, അവിടെ മൊത്തം വെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ ബൈക്ക് എടുത്തിട്ട് ഒരു 18 കിലോമീറ്റർ ചുറ്റി വേണം എനിക്ക് അപ്പുറത്ത് എത്താനായിട്ട്. ഈ കാണുന്ന ആറാണ് തുംഗഭദ്ര. ഇത് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പിൾ കോംപ്ലക്സിലേക്ക് എത്താനായിട്ട് പറ്റും. പക്ഷേ അതിനുള്ള വഴി കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് ഒരു 18 കിലോമീറ്റർ ഓടിച്ച് അതിൻ്റെ മറ്റൊരു എൻട്രിയിലേക്കാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു കവാടമാണ്. ഈ കവാടത്തിൻ്റെ അവിടെ ചുറ്റും ആരും തന്നെയില്ല. ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെ മെയിൻ എൻട്രി ആയിട്ട് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് ഈ വണ്ടിയുടെ ചാർജസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയിൽ തന്നെ നമ്മുടെ മെയിൻ ടെമ്പിൾ കോംപ്ലക്സിലേക്ക് എത്താനായിട്ട് പറ്റും. ചുറ്റും നല്ല കാഴ്ചകൾ കാണാനായിട്ട് പറ്റും. ഈ അടുക്കി വെച്ച പാറക്കല്ലുകളും എല്ലാം തന്നെ കാണാം. പിന്നെ ഞാൻ ഈ പോകുന്ന സമയം നല്ല ചൂടുള്ള സമയം കൂടെ ആയിരുന്നു. ടെമ്പിൾ കോംപ്ലക്സിനോട് അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും വിട്ടലരായ കുളം എന്ന് പറയുന്ന ഈ ഒരു കുളം നമുക്ക് കാണാനായിട്ട് പറ്റും. ടെമ്പിൾ കോംപ്ലക്സ് കണ്ടിട്ട് ഈ കാണുന്ന കുളത്തിലേക്ക് വന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ചൂട് കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. ഫൈനലി ഹംപിയിൽ നമ്മൾ മെയിൻ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വിജയ വിട്ല ടെമ്പിൾ അവിടെയാണ് നിൽക്കുന്നത്. സോ നമുക്കിവിടെ ഒരുപാട് റൂയിൻസ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. എനിവേ കാണാൻ ഭയങ്കര ഇതാണ്. അതുള്ള ഒത്തിരി തിരക്കൊന്നുമില്ല ഈ സമയം ആയതുകൊണ്ട് തന്നെ. ഒരുപാട് ചൂടുമുണ്ട് ഇവിടെ ഇപ്പോൾ. സോ ആണ് ഞാൻ ഹൈഡ്രേഷൻ ബാഗ് എടുത്ത് ഇറങ്ങിയത്. അപ്പോൾ നമുക്കിവിടുത്തെ സീനൊക്കെ ഒന്ന് കാണാം. പിന്നെ അവിടെ ഒരു നല്ലൊരു കിടിലം മരമുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ ഞാൻ കാണിച്ചു തരാം. ചൂടിനൊന്നും വകാതിക്കാതെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിനെ വിശ്വസിച്ചുകൊണ്ട് ആ ടെമ്പിൾ കോംപ്ലക്സിന് ചുറ്റും ഞാൻ നടന്നു കണ്ടു. വളരെ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ. കയ്യിലുണ്ടായിരുന്ന ക്യാമറ കൊണ്ട് ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അകത്ത് കയറി ഒന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ ചില കൺസ്ട്രക്ഷനും അതിൻ്റെ എല്ലാം തന്നെ കണ്ട് അത്ഭുതപ്പെട്ട് ഞാനും കുറച്ച് നേരം നിന്നു. അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയൊരു ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇച്ചിരി വെട്ട കുറവാണെങ്കിലും അടിയിൽ കുറച്ച് കനാല് കണക്ക് പോകുന്നുണ്ട്. അതിനകത്ത് വെള്ളം നിറയുന്ന സമയത്ത് അതിനകത്ത് നല്ലപോലെ വെട്ടം വരാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളിൽ നിന്ന് വരുന്ന വെട്ടം ഈ വെള്ളത്തിൽ തട്ടിയിട്ട് അവിടെ മൊത്തം റിഫ്ലക്ഷൻ ഉണ്ടാവും. സോ അങ്ങനെ നമുക്കൊരു ട്യൂബ് ലൈറ്റ് ഇട്ടാണെങ്കിൽ തന്നെ നല്ല വെട്ടം അതിനകത്ത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്. സോ എന്നെ വളരെ അതിശയിപ്പിച്ചൊരു കാര്യമാണ് അവിടുത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അതൊക്കെ ഞാനും അവിടെ നിന്ന് ഇറങ്ങി. കയ്യിൽ വെള്ളവും തീരാറായി. പിന്നെ ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് വന്നിട്ട് കുളിച്ചൊന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഗോവയിലേക്ക് പോകാനുള്ള ട്രിപ്പിനുള്ള പ്ലാനിങ്ങിലേക്കാണ്. ഏത് റൂട്ട് പോകണം എന്നൊന്നും അറിയില്ല. സോ അതിൻ്റെ പ്ലാനിങ്ങാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.